പക്ഷെ അന്ന് എനിക്ക് ഇതെല്ലാം പറഞ്ഞു തരാനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ഞാനിവിടെ എത്തുന്നവരെ പുള്ളിക്കാരിക്ക് ഞാൻ തലക്ക് വെളിവ് കൊടുത്തിട്ടില്ല, അത്ര എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സംശയങ്ങൾ അങ്ങനെയാണല്ലോ, തീരുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ എൻ്റെ കൂടെ ഇതുപോലെ വർക്ക് ചെയ്യുന്ന കുറച്ച് കെയർ ഗിവേഴ്സ് ഉണ്ട്, അവരോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. ആ 10 ക്വസ്റ്റ്യൻസും വരില്ല, അതിനകത്ത് ഒരു 2 3 ഒക്കെ ഇവർ ചോദിക്കുകയുള്ളൂ. പക്ഷേ ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരുന്നാൽ നമുക്ക് ഏത് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമാണല്ലോ. അതിൽ നിന്നൊക്കെ ഉള്ളതേ വരുള്ളൂ. കാരണം മിക്കവാറും നമ്മുടെ സ്പോൺസറായിട്ടാണല്ലോ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടാകുക. സ്പോൺസർ എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ മക്കൾ, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ എന്ത് അസുഖമാണോ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും അവർ കൂടുതൽ ചോദിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ അങ്ങനെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂക്കൊക്കെ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനേക്കാളും അവർ കൂടുതൽ നോക്കുന്നത് നമ്മൾ നല്ല ധൈര്യമായിട്ട് ആണോ ആൻസർ ചെയ്യുന്നത്, സംസാരിക്കുന്നത്, ഇതൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം അവരുടെ പേഷ്യൻറ്റിനെ നമ്മളെ ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ധൈര്യത്തിൽ